ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എവിടെ വെച്ചായിരുന്നു? ബൈനറി ഡിവിഷൻ അല്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കി അല്ലേ? അവിടെ വെച്ചല്ല നിർത്തിയത്. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് എന്താ ഒരു എക്സാമ്പിളൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം. ഇന്നലെ പറഞ്ഞതൊക്കെ കുറേയൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് ജസ്റ്റ് അതുകൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ എന്താ വേണം? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എഴുതുന്നത്? ഡിവൈഡ് ഇന്നലെ ഇല്ലാത്ത ആരൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നലെ ആയിരുന്നോ നീ ഇല്ലാഞ്ഞേ? സിജിൻ ഇന്നലെ ഇല്ലായിരുന്നു. നീ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. വിജിത്ത് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഇന്നലെ ആയിരുന്നല്ലേ? ശരി, അപ്പം കുഴപ്പമില്ല, അത് നോക്കൂ. ഇന്നലെ ബൈനറി ഡിവിഷന്റെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് പോയി. നിനക്ക് മനസ്സിലായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ബൈനറി ഡിവിഷൻ നോക്കിയത്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിന്റെ നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഡൗട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ നമുക്കത് ക്ലാസ് കഴിഞ്ഞിട്ടോ എപ്പോഴും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരി, ഇപ്പൊ ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. ഒരു 101010 ഒരു നമ്പർ, ബൈനറി നമ്പർ. അതിനെ നമുക്ക് ഡിവൈഡഡ് ബൈ ഒരു 101 ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, 101 ചെയ്താൽ മതിയോ? 1010 ശരി, അതുകൊണ്ട് ചെയ്യാം എന്ന് വിചാരിക്കാം. ശരി, എങ്ങനെയാ നോക്കുന്നേ? നമ്മൾ ഡിവിഷൻ നോക്കുന്നേ. ആദ്യം നമ്മുടെ ഡിവൈഡ് ചെയ്യേണ്ടത് എന്താ കൊണ്ടിട്ടാ? 101 വെച്ചാൽ. അപ്പൊ നമ്മൾ 1 മാത്രം എടുത്താൽ നമുക്ക് 101 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ 1 മാത്രം കൺസിഡർ ചെയ്താൽ 101 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു ഡിജിറ്റ് മാത്രം എടുത്താൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പറ്റത്തില്ല. എത്ര എണ്ണം കൺസിഡർ ചെയ്യണം? 2 എണ്ണം നോക്കണം. 10 മാത്രം എടുത്താൽ 101 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 10 മാത്രം എടുത്താൽ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ എഴുതി തന്ന ടേബിളുകൾ, അതായത് 3 ബിറ്റിന്റെയും അതുപോലെ തന്നെ 4 ബിറ്റിന്റെയും നമ്മുടെ ബൈനറി ടേബിളില്ലേ, 1 എത്ര, 2 എത്ര, 3 എത്ര, 4 എത്ര, അതുപോലെ 15 വരെ ഉള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ 2 ആണ്, 101 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2 ഈസ് ലെസ് ദാൻ 5. അപ്പോൾ ഒരിക്കലും നമുക്ക് 2നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 1ഉം ഈ 10 എടുത്താലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 10 എടുത്താ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ ഒന്നുകൂടെ എടുക്കണം. അപ്പൊ എന്തുവായി? 101. അപ്പൊ നോക്കിയപ്പോ എന്ത്? 101 എന്ന് പറഞ്ഞാൽ 5 ആണ്, ഈ 101 എന്ന് പറഞ്ഞാലും 5 ആണ്. ഇതിന് ഈക്വലാ. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഡിവൈഡ് ആവും പെർഫെക്റ്റ്ലി. ഒരു തവണ അതിനകത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മേളില് ആ 1 എന്ന് എഴുതണം. 1 അല്ലേ? നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളവിടെ 1 എന്ന് എഴുതി. ആ 1 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 101നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 101. 101 നിന്ന് 101 കുറച്ച് എന്ത് കിട്ടും? 1 - 1 0, 0 - 1 0, 1 - 1 0. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല, മൊത്തം 0 അല്ലേ? ശരി. ഇനി നമ്മൾ അടുത്ത മേളത്തെ ഡിജിറ്റ് താഴോട്ടിറക്കി. ഈ 0 ഇവിടെ വന്നു. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ 4 0യെ നമുക്ക് 101 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വേളിയിൽ നിന്ന് അടുത്ത 1 ഇറക്കണം. അങ്ങനെ ഒരു 1 കൂടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ എന്തോ ഇട്ട് കൊടുക്കണം? ഒരു എക്സ്ട്രാ 0 ഇട്ട് കൊടുക്കണം. ആ 0 ഇട്ട് കൊടുത്ത് ഞാൻ എന്തോ ഇറക്കി? 1 താഴോട്ട് ഇറക്കി. 1 താഴോട്ട് ഇറക്കിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴും എന്തുവാ? ഈ 4 0 ഉണ്ടെങ്കിൽ ലാസ്റ്റ് എന്തേ ഉള്ളൂ? ഒരു 1 ഉള്ളൂ. 0 0 0 0 1 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്ര തന്നെ? 1 തന്നെയല്ലേ? വാല്യൂയിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ 1നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത 0 എന്ത് ചെയ്യണം? താഴോട്ടിറക്കണം. അപ്പൊ അടുത്ത 0 താഴോട്ടിറക്കുമ്പോൾ വീണ്ടും ഞാൻ മേളിൽ എന്ത് ഇട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. അപ്പൊ എനിക്ക് 0 0 0 0 1 0 വന്നു. എന്നാലും എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ 0 0 0 0 1 0 എന്ന് പറഞ്ഞതിന്റെ വാല്യൂ എത്രയാ? 2 ആ. 2നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വീണ്ടും അടുത്ത 1 ഞാൻ എന്ത് ചെയ്യണം? താഴോട്ടിറക്കണം. അപ്പൊ അടുത്ത 1 കൂടെ താഴോട്ടിറക്കുമ്പോ അടുത്ത എന്തുവായി? വീണ്ടും 0 ഇട്ട് കൊടുത്തു. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ എനിക്ക് എന്തോ 101 കിട്ടി. ആ 101 എനിക്ക് എന്തോ ഡിവൈഡ് ചെയ്യാം? 101 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ 1 ഇട്ട് കൊടുത്തു. ആ 101 ഞാൻ ഇവിടെ എഴുതി. കുറയ്ക്കുമ്പോ എന്ത് കിട്ടി? 0 0 0. എനിക്ക് ഇനി എന്ത് താഴോട്ടിറക്കാനുണ്ടോ? എടുക്കാനോ വല്ലതും ഉണ്ടോ?
ഇല്ല. അപ്പൊ എന്റെ ഡിവിഷൻ ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ഈ സാധനത്തിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 101 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാ? 10001. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിവിഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? എന്തുവാ ചെയ്യുന്നേ? നമ്മൾ ഓരോ ഡിജിറ്റ് ആയിട്ട് നോക്കും. ആ ഡിജിറ്റ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ചെറുതാണോ വലുതാണോ. ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നെക്സ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് കേസിൽ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക, അടുത്ത കൺസിഡർ ചെയ്യുക. അങ്ങനെ നമ്മൾ എവിടെ വെച്ചാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ 1 ഇടുക, ഡിവൈഡ് ചെയ്യുക, കുറയ്ക്കുക. ഓരോരോ ഡിജിറ്റ് ആയിട്ട് താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. ഒരു ഡിജിറ്റ് താഴോട്ട് ഇറക്കിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 0 ഇടുക, നെക്സ്റ്റ് ഇറക്കുക. അത് എത്ര വരെ എപ്പോൾ വരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ അതുവരെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവുക. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ഡിവിഷന്റെ പരിപാടി ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്ത, ബൈനറി ഡിവിഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ബൈനറി ഡിവിഷൻ ഇല്ല. അങ്ങനെ എന്നിട്ട് സ്വന്തം ഇപ്പൊ മനസ്സിലായില്ലെന്ന് പിന്നെ എപ്പോഴേലും നോക്കുമ്പോഴാണ് മനസ്സിലാവാത്തെന്ന് തോന്നുവാണെങ്കിൽ അപ്പോഴായാലും എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമ്മള് ബൈനറി അരിത്തമെറ്റിക് നമ്മൾ അവിടെ വെച്ച് നിർത്തുകയാണ്. എന്തൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു? അഡീഷൻ പഠിച്ചായിരുന്നു, സബ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ഈ 4 കേസാണ് നമ്മുടെ ബൈനറി അരിത്തമെറ്റിക്കിനകത്ത് വരുന്നത്. അത് നമ്മൾ 4 പേരും പഠിച്ച് നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പൊ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച നമ്മൾ ഈ പറയുന്നതല്ല, ഇനി ബൈനറിയിലാണ്. ബൈനറി നമ്പർ സിസ്റ്റം ആണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത്. അപ്പൊ ആ ബൈനറി നമ്പർ സിസ്റ്റത്തില് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എല്ലാം, അതായത് പഠിച്ച വാല്യൂസ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നേ, 0ക്ക് മുകളിലേക്കുള്ള നമ്പറുകളാണ് നമ്മൾ പഠിച്ചതെല്ലാം. ഇല്ലേ? ഞാൻ എഴുതിയിരുന്ന 0, 1, ഇപ്പം 7, 8 വരെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ 0, 1, 2, 3, 4, 5, 6, 7, അല്ലെങ്കിൽ 16 വരെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6 തൊട്ട് 15 വരെ എല്ലാം നമ്മൾ പോസിറ്റീവ് നമ്പർ 0ക്ക് മുകളിലുള്ള വാല്യൂസിനെ പറ്റി മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആണോ? നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര നേരം? ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈനറി നമ്പേഴ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ബൈനറി നമ്പേഴ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സൈൻഡ് ബൈനറി നമ്പേഴ്സും അതുപോലെ തന്നെ അൺസൈൻഡ് ബൈനറി നമ്പേഴ്സും. സൈൻഡ് ബൈനറി നമ്പേഴ്സും അൺസൈൻഡ് ബൈനറി നമ്പേഴ്സും. ഇതിൽ അൺസൈൻഡ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അൺസൈൻഡ് എന്ന് പറഞ്ഞാൽ സൈൻ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പ്രത്യേകം എടുത്ത് പറയാത്തത് എന്നാണ് അർത്ഥം. അൺസൈൻഡ് മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പ്രത്യേകം എടുത്ത് പറയാത്ത നമ്പറുകളെയാണ്, ബൈനറി നമ്പറുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? അൺസൈൻഡ് ബൈനറി നമ്പറുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇത്ര നാൾ പഠിച്ചുകൊണ്ടിരുന്ന സാധനം അതാ. അതിൽ നമ്മൾ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ എല്ലാം പറയുന്നുണ്ടോ? നമ്മൾ ആകെ പറഞ്ഞത് എന്ത് മാത്രമാണ്? 0 തൊട്ട് മുകളിലുള്ള വാല്യൂസിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതല്ല ഏത് കാറ്റഗറിക്കകത്ത് വരുന്ന സാധനമാണ്? അൺസൈൻഡ് ബൈനറി നമ്പേഴ്സ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സാധനം ഏതാണ്? സൈൻഡ് ബൈനറി നമ്പർ, അതായത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും. ഇനി എങ്ങനെയാണ് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും നോക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈൻഡിന്റെ കേസിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 8 ബിറ്റുള്ള ഒരു ബൈനറി നമ്പർ, 8 ബിറ്റുള്ള ബൈനറി നമ്പർ, അപ്പം 1, 2, 3, 4, 5, 6, 7, 8 8 ബിറ്റ് ഒരു ബൈനറി നമ്പർ. അതിനിപ്പോ ഞാൻ പേര് കൊടുക്കുക: B0, B1, B2, B3, B4, B5, B6, B7. 8 ബിറ്റ്. ബിറ്റ് 0 വരെ ഞാൻ നമ്പർ, ബിറ്റ് 7 വരെ ഞാൻ നമ്പർ കൊടുത്തു എന്ന് വിചാരിക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇതിനകത്ത് ഈ ബിറ്റുകളിൽ ബിറ്റ് 0 മുതൽ ബിറ്റ് 7 വരെ ഉള്ളതിനകത്ത് ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് LSBയും MSBയും, അഥവാ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും ഏതാണ്? ഈ ഞാൻ എഴുതിയതിനകത്തുനിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഏതാണ്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഏതാണ്? B0 എന്ന് പറയുന്നത് ലീസ്റ്റ്, അതായത് LSB. ശരി. B7 എന്ന് പറയുന്നത് മോസ്റ്റ്, അതായത് MSB. കാരണം നമ്മുടെ വാല്യൂ ഏറ്റവും കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നതോടുമാണ് വാല്യൂ കൂടി വരുന്നത്. B7 ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്, ഏറ്റവും കുറച്ച് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് B0. അതുകൊണ്ട് ഇതിനെ ലീസ്റ്റ് എന്നും ഇതിനെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് നമ്മൾ വിളിക്കും. കുഴപ്പമില്ലല്ലോ.
ശരി, അത്രയും വരെ കിടക്കട്ടെ. ഇനി നമ്മൾ ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ പൊസിഷൻ, അതായത് ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിലുള്ള ബിറ്റ് ഏതാണോ ആ ബിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ബൈനറി നമ്പറിന് സൈൻ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ MSB മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ഒരു ബൈനറി നമ്പറിന് സൈൻ കൊടുക്കുന്നത്. അതായത് നമ്മൾ മൊത്തത്തിലുള്ള ഈ 8 ബിറ്റിനെ 2 സെക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ മൊത്തത്തിലുള്ള ഈ 8 ബിറ്റിനെ 2 സെക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതായത് B0 മുതൽ B6 വരെ, B0 മുതൽ B6 വരെയുള്ളതിനെ മാഗ്നിറ്റ്യൂഡ് എന്നും B7നെ നമ്മൾ സൈൻ ബിറ്റ് എന്നും വിളിക്കും. അതായത് B7 നമ്മുടെ MSB എന്ത് പേര് വിളിക്കും? സൈൻ ബിറ്റ് എന്നും. B6 മുതൽ അല്ലെങ്കിൽ B0 മുതൽ B6 വരെ എന്ത് വിളിക്കും? മാഗ്നിറ്റ്യൂഡ് ബിറ്റുകളെന്നും വിളിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ബൈനറി നമ്പർ ഉണ്ടെങ്കിൽ ആ ബൈനറി നമ്പറിന്റെ വാല്യൂ കാണിക്കുന്നത് ആരായിരിക്കും? അല്ലെങ്കിൽ അതിന്റെ വില, ആ ബൈനറി നമ്പറിന്റെ വാല്യൂ കാണിക്കുന്നത് എത്ര ബിറ്റ് ഉപയോഗിച്ചായിരിക്കും? ഞാൻ ഈ പറഞ്ഞനുസരിച്ച് നോക്കിക്കേ. ഒരു ബൈനറി നമ്പർ എന്റെ ഉണ്ടെങ്കിൽ ആ ബൈനറി നമ്പറിന്റെ വില അല്ലെങ്കിൽ വാല്യൂ കാണിക്കുന്നത് ഏത് ബിറ്റുകൾ ഉപയോഗിച്ചായിരിക്കും? ഈ മാഗ്നിറ്റ്യൂഡ് ബിറ്റുകൾ ഉപയോഗിച്ചായിരിക്കും. 0 മുതൽ 6 വരെയുള്ള 7 ബിറ്റുകൾ ഉപയോഗിച്ചായിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നത്. ആ ബൈനറി നമ്പറിന്റെ സൈൻ കാണിക്കുന്നത് ഏത് ബിറ്റ് ഉപയോഗിച്ചാ? നമ്മുടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അഥവാ MSB ഉപയോഗിച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ if MSB is equal to 0, ഈ 7 B7 എന്ന് പറയുന്ന MSBയുടെ വാല്യൂ 0 ആണെങ്കിൽ then the number is പോസിറ്റീവ്. മനസ്സിലായോ? MSBയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്പർ എന്താണ്? പോസിറ്റീവ്. അപ്പോ if MSB is equal to 1 ആണെങ്കിലോ നമ്പർ എന്തുമായിരിക്കും? നെഗറ്റീവ്. മനസ്സിലായോ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സൈൻഡ് നമ്പർ തന്നാൽ ആ സൈൻഡ് നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണേ എന്തോ ചെയ്താൽ മതി? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണേ എന്തോ ചെയ്താൽ മതി? എന്തോ ചെയ്യണം? ഒരു നമ്പർ നിങ്ങളുടെ സൈൻ നമ്പർ തന്നാൽ ആ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണേ എന്ത് ചെയ്യണം? MSB നോക്കണം. MSBയുടെ വാല്യൂ 0 ആണെങ്കിൽ ആ നമ്പർ പോസിറ്റീവ് ആണെന്നും MSBയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തുവാണ്? നെഗറ്റീവ് ആണെന്നും മനസ്സിലാക്കണം. അത്രയും വരെ മനസ്സിലായല്ലോ? കുഴപ്പമില്ലേ? ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുക. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ റെപ്രസെന്റ് ഒരു -14 represent -14 in signed binary. Represent -14 in signed binary. 8 ബിറ്റ് ഉണ്ട്. 14 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യണം. എനിക്ക് എന്തുവാണത്? നെഗറ്റീവ് ആണ്. ഇത് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? 14ന്റെ ബൈനറി എനിക്ക് കാണാതെ അറിയാം. എങ്ങനെ? എത്ര 14ന്റെ ബൈനറി അറിയാവോ? ഹലോ, എനിക്ക് കാണാതെ അറിയാം. 14ന്റെ ബൈനറി എനിക്ക് കാണാൻ അറിയാം. നിങ്ങൾ കാണാൻ പഠിക്കണം. അറിയാവോ 14ന്റെ ബൈനറി എത്രന്ന്? ഇത് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം. പക്ഷെ സമയം പോകുന്ന കേസാ. ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം, പക്ഷെ സമയം പോകുന്നവനൊക്കെടാ. അല്ലാതെ അറിയോ? 1110. അത് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. 15 വരെ ഉള്ളെങ്കിലും കാണാൻ പഠിച്ചിരിക്കണം. ശരിയാണ്. 14ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് എത്രയാണ്? 1110. ഇതാണ് 14ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. കുഴപ്പമില്ല. ഓക്കെ, തൽക്കാലം ഇത് എത്ര ബിറ്റ് ഉണ്ട്? ഇത് എത്ര ബിറ്റ് ഉണ്ട്? 4 ബിറ്റ്. നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനെയുള്ള ബൈനറി സാധനങ്ങളെല്ലാം നമ്മൾ 8 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. യൂഷ്വലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 8 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 ബിറ്റുള്ള സാധനത്തിനെ 8 ബിറ്റിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോ 4 ബിറ്റേ ഉള്ളൂ. 8 ബിറ്റ് ആക്കണം എങ്കിൽ എനിക്ക് എന്തോ ചെയ്യണം? ഞാൻ 4 ബിറ്റും കൂടെ ആഡ് ചെയ്യണ്ടേ? ഇപ്പൊ 4 ബിറ്റേ ഉള്ളൂ. 8 ആക്കണമെങ്കിൽ എത്ര ബിറ്റ് കൂടി ഞാൻ ആഡ് ചെയ്യണം? 4 ബിറ്റും കൂടെ ആഡ് ചെയ്യണ്ടേ? ആ 4 ബിറ്റ് ഞാൻ എവിടെ ആഡ് ചെയ്യും? ഈ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുവോ
ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യൂ? ഒന്ന് ആലോചിച്ച് പറഞ്ഞു. എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട 4 ബിറ്റ് ഞാൻ ഈ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണോ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യണോ? എവിടെ ആഡ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യാത്തത്? വാല്യൂ ചേഞ്ച് ആവും. നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ബിറ്റുകൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ വണ്ണുകളുടെ എല്ലാം പൊസിഷൻ എന്താ പറ്റും? മാറത്തില്ലയോ? ഈ വണ്ണുകളുടെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ പറ്റും? ചേഞ്ച് ആവത്തില്ലേ? എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നിലവിൽ ബൈനറി ഇത് 2:0, 2:1, 2:2, 2:3 ആ. ഞാൻ ഇവിടോട്ട് 0 4 ആഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വാല്യൂ പൊസിഷൻ ചേഞ്ച് ആകുമോ? ഇല്ല. അതേസമയം ഞാൻ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലാ 0 ആഡ് ചെയ്യുന്നെങ്കിലോ അവിടുന്ന് 2:0, 2:1, 2:2, 2:3, 4, 5, 6, 7 വരും. അപ്പൊ ഇതിന്റെ എല്ലാം വാല്യൂ എന്താ പറ്റും? ചേഞ്ച് ആവും. ഹോൾ നമ്പറിന്റെയും വാല്യൂ എന്താ പറ്റും? ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ എപ്പോഴും ബിറ്റുകളുടെ എണ്ണം കറക്റ്റ് ആക്കാൻ വേണ്ടി സീറോസ് ആഡ് ചെയ്യുന്നെങ്കിൽ അത് ഏത് സൈഡിലെ ആഡ് ചെയ്യാൻ പാടുള്ളൂ? ലെഫ്റ്റ് സൈഡിലെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ 4നെ 8 ആക്കണമെങ്കിൽ എവിടെ ആഡ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര ബിറ്റ് ആഡ് ചെയ്യണം? 4 ബിറ്റും കൂടെ 4 സീറോസ് ആഡ് ചെയ്യണം. ഇനി നോക്കിക്കേ, നമ്മൾ 8 ബിറ്റിൽ നമ്മൾ സൈൻഡ് റെപ്രസെന്റേഷനിൽ 8 ബിറ്റും നമ്മൾ മാഗ്നിറ്റ്യൂഡിനാണോ കാണിക്കുന്നത്? അല്ല. 7 ബിറ്റുകൾ നമ്മൾ മാഗ്നിറ്റ്യൂഡിനും 1 ബിറ്റ് നമ്മൾ MSB നമ്മൾ എന്തിനാണ് കാണിക്കുന്നത്? സൈൻ കാണിക്കാൻ വേണ്ടിയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്? ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 14നെ -14നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4 8 ബിറ്റ് ആക്കണേ മൊത്തം 4 ബിറ്റ് കൂടി ഞാൻ ആഡ് ചെയ്യണം. അതിൽ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി എനിക്ക് എത്ര സീറോസ് ആഡ് ചെയ്യണം? 3 സീറോസും. ഇത് നെഗറ്റീവ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്റെ MSB എന്തുമായിരിക്കണം? നെഗറ്റീവ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്റെ MSB എന്തുമായിരിക്കണം? 1. അപ്പൊ ഇതാണ് എന്റെ കറസ്പോണ്ടിങ് ഏതിന്റെ റെപ്രസെന്റേഷൻ? -14ന്റെ റെപ്രസെന്റേഷൻ. മനസ്സിലായോ? ഇതേ സമയത്ത് എനിക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് +14 ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? വ്യത്യാസം എന്താ വന്നേനെ? ഈ സെയിം സാധനം എനിക്ക് +14. ഈ സൈൻ ബിറ്റ് 1ന് പകരം 0 ആയേനെ. അപ്പൊ 0 0 0 0 1 1 1 0 ആയേനെ. ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ? കത്തിയോ? ഇനി ഇതുപോലൊരു വേറൊന്നും ചോദിച്ചേ. റെപ്രസെന്റ് നിങ്ങൾ വേറൊരു വാല്യൂ പറഞ്ഞേ. -37 in signed binary. ഒന്ന് ചെയ്തേ, നിങ്ങളൊന്ന് ചെയ്തേ. -37 in signed binary. അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കണം? ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യാം. ഇതുകൂടെ ചെയ്യാം ഞാൻ. എന്നിട്ട് അടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. 37ന്റെ ബൈനറി എങ്ങനെയാ? 2 എത്ര വെച്ച് ചെയ്യാം? 18 18 36 18 റിമൈൻഡർ എത്ര? 1 2 9 0 2 4 8 1 2 2 4 0 2 1 0 ഇങ്ങനല്ലേ വരുന്നേ? അപ്പൊ എനിക്ക് എങ്ങനെ വരും എന്റെ ബൈനറി? 1 0 0 0 സോറി 1 0 0 1 0 1 1 0 0 1 0 1. ഇതാണ് ഏതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി? 37ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. ഇത് എത്ര ബിറ്റ് ഉണ്ട്? 1 2 3 1 2 3 4 5 6. എനിക്ക് 8 ആക്കണമെങ്കിൽ എത്ര ബിറ്റ് ആഡ് ചെയ്യണം? 2. ഏറ്റവും 8ാമത്തെ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കാനുള്ളതാ? 8ാമത്തെ ബിറ്റ് എന്തിനെ കാണിക്കാനുള്ളതാ? MSB സൈനിനെ കാണിക്കാനുള്ളതാ. അപ്പൊ അവിടെ എനിക്ക് എന്തിട്ട് ഇത് -37 കാണിക്കേണ്ടത്. അപ്പൊ എന്റെ MSB എന്തുമായിരിക്കണം? 1 ആയിരിക്കണം. അപ്പം എക്സ്ട്രാ ആഡ് ചെയ്യുന്നു എത്ര ബിറ്റേ നമ്മൾ 0 ആഡ് ചെയ്യേണ്ടുള്ളൂ? ഒരെണ്ണം. അപ്പൊ ഇവിടെ ഒരു 0 ആഡ് ചെയ്യുന്നു. സൈൻ ബിറ്റ് MSB എന്തുവാക്കുന്നു? 1 ആക്കുന്നു. അപ്പൊ ഇതെന്തുവായി? -37. മനസ്സിലായോ പിള്ളേരെ? കത്തി. ഇനി നിങ്ങൾ എന്നാ വേറൊരെണ്ണം ചെയ്തേ. ഒരെണ്ണം നിങ്ങൾ തന്നെ ചെയ്തേ. റെപ്രസെന്റ് ഒരു വാല്യൂ പറഞ്ഞിട്ടേ ആരെങ്കിലും. നെഗറ്റീവ് പറ. ഏതെങ്കിലും വാല്യൂ പറ. ഏതെല്ലാം പറഞ്ഞു ആരെങ്കിലും? ചുമ്മാ റാൻഡമായിട്ട് 30സോ 40സോ 20സോ ഏതെങ്കിലും ഒരു വാല്യൂ പറ. ഹലോ പറഞ്ഞേ. കാർത്തിക് ഏതെങ്കിലും ഒരു വാല്യൂ പറഞ്ഞേ.
-29. 29. ആ ഒന്ന് ചെയ്തേ എല്ലാവരും. ഹലോ. ആ ഹലോ, കേൾക്കാം. ഒന്ന് അത് ചെയ്തേ. -29 എന്ന് റെപ്രസെന്റ് ചെയ്തേ. ചെയ്തിട്ട് ആൻസർ പറ. ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറ. ആൻസർ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വേറെ വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പം അത് ശരിയാണോ നിങ്ങൾ പറയണം. ചെയ്തോ? ഞാൻ സ്റ്റെപ്പ് കാണിക്കുന്നില്ല. ആൻസർ ഞാൻ ചെയ്തതിൻ്റെ ആൻസർ ഇവിടെ എഴുതാം, അത് തന്നെയാണെന്ന് പറയാം. ഇതാണോ ആൻസർ? ഇതാണോ ആൻസർ? നിങ്ങൾക്ക് അതാണോ കിട്ടിയേ? ഇതാണോ കിട്ടിയേ? അല്ലേ? ഹലോ ഹലോ, ഇതോടെ ഇതൊക്കെ എത്ര പാടാണോ? 29 ബൈനറി ആക്കിക്കേ. 14 28 1 2 7 14 0 3 6 1 2 1 എന്താ കിട്ടും? 1 1 1 0 1. എത്ര ഡിജിറ്റ് ഉണ്ട്? 5 6 7. എട്ടാമത്തെ എന്താ കൊടുക്കണം? 1. ഇതിൽ കിട്ടുന്നേ അല്ലേ? ഹലോ, ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടുന്നേ? ആണോ? ഇതല്ലേ കിട്ടിയത്? വേറെ എന്തെങ്കിലാണോ കിട്ടിയത്? ഇതാ കിട്ടിയത്. ആ ശരി. ഇനി ഡൗട്ട് ഉണ്ടോ സൈൻഡ് റെപ്രസെന്റേഷന്? ഇതേ സാധനം ഞാൻ പോസിറ്റീവ് ചെയ്യിപ്പിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല. പോസിറ്റീവ് ചെയ്യണം എന്ത് മാത്രം ചെയ്താൽ മതി? ഈ 1 ഇടേണ്ട ആവശ്യമില്ല. എന്തോ ചെയ്യണം? ഇപ്പൊ ഞാൻ പോസിറ്റീവ് 29 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്താ മാറ്റം വരുത്തിയാൽ മതി? 1 വരെ 0. വേറെ ഒരു വ്യത്യാസമില്ല. ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഒരു വ്യത്യാസമില്ല. അത് അതുപോലെ ഇട്ടിരുന്നാൽ മതി. അപ്പോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് സൈൻഡ് റെപ്രസെന്റേഷൻ ആണെന്ന് പറയുവാണെങ്കിൽ, ഒരു നമ്പർ, ഒരു ബൈനറി നമ്പർ നിങ്ങൾക്ക് അത്രയും വലിയൊരു ബൈനറി നമ്പർ നിങ്ങൾക്ക് തന്നിട്ട് ഇത് സൈൻഡ് റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കേണ്ടത് ഈ MSB എന്ന് പറഞ്ഞ ബിറ്റ് എന്തുവാണ്? വാല്യൂ അല്ല. ആ MSB എന്ന് പറയുന്ന ബിറ്റ് എന്തിനുള്ള മാത്രമാണ്? സൈൻ കാണിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. വാല്യൂ കാണിക്കുന്ന ബിറ്റുകൾ ഏതൊക്കെയാ? ലാസ്റ്റിലത്തെ ബിറ്റുകൾ. ആ MSB ഒഴിച്ച് ബാക്കി ബിറ്റുകളാണ് എന്തിനെ കാണിക്കുന്നത്? വാല്യൂ അല്ലെങ്കിൽ എന്തിനെ കാണിക്കുന്നത്? മാഗ്നിറ്റ്യൂഡിനെ കാണിക്കുന്നത്. ഈ ലാസ്റ്റ് MSB ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യാനുള്ളതാ? സൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉള്ളതാണ്. മനസ്സിലായല്ലോ? ശരി. 8 ബിറ്റ് ഉള്ളതൊക്കെ ക്വസ്റ്റ്യൻ തരുമോ? എടാ, ഇപ്പൊ നിനക്ക് ഫോർ എക്സാമ്പിൾ നിനക്ക് 8 ബിറ്റ് വാല്യൂ വരേണ്ട സാധനമാണെങ്കിൽ നിങ്ങൾക്ക് സൈനൂടെ ചേർത്ത് എത്ര ബിറ്റ് വരും? 8 ബിറ്റ് വാല്യൂ വേണ്ട ഒരു സാധനമാണെങ്കിൽ നിനക്ക് സൈനാണ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മൊത്തം എത്ര ബിറ്റ് വേണ്ടി വരും? 8 ബിറ്റ് വാല്യൂവിനും 8 ബിറ്റ് വാല്യൂവിനും 1 ബിറ്റ് സൈനിനും വേണ്ടിയിട്ട് മൊത്തം എത്ര വരും? 9 ബിറ്റ്. മനസ്സിലായോ? അപ്പൊ നിനക്ക് എപ്പോഴായാലും സൈൻഡ് റെപ്രസെന്റേഷൻ എന്ന് പറയും. സൈൻഡ് റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയുവാണെങ്കിൽ അതിന്റെ MSB സൈൻ ബിറ്റും, MSB എന്നേ ഞാൻ പറയുന്നുള്ളൂ, MSB സൈൻ ബിറ്റും ബാക്കിയുള്ളത് മൊത്തം എന്തുവാണ്? മാഗ്നിറ്റ്യൂഡും. അത് എത്ര ബിറ്റാണ്? ഇപ്പൊ 16 ബിറ്റ് എന്നാല് 16ാമത്തെ ബിറ്റ് സൈന്, ബാക്കി 15 എന്തുവാ? മാഗ്നിറ്റ്യൂഡ്. 32 തന്നാലോ? 33 തന്നാലോ? 33ാമത്തെ സൈന്,
32 എന്തുവാണ്? മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ്. അത്രേ ഉള്ളൂ. മനസ്സിലായത്? ആ രീതിയിൽ മനസ്സിലായി വെച്ചേക്കാം. അത് നിങ്ങൾ അപ്പൊ ഈ ബൈനറി വാല്യൂസ് വന്നിട്ട് പിന്നെ ഡെസിമൽ എഴുതാനല്ലേ ചോദിക്കുന്നത്? ഡെസിമൽ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. ഈ നമുക്ക് നിങ്ങൾക്ക് നമ്പർ സിസ്റ്റം തന്നിട്ട് ഡെസിമലിലാക്കാൻ പറയും. നിങ്ങൾക്ക് പറയുക ഈ ഒരു നമ്പർ നിങ്ങൾക്ക് തന്നേക്കുന്ന ഇപ്പൊ ഈ ഒരു നമ്പർ ഏതാ 1001 ആ ഒരു ക്വസ്റ്റ്യൻ തരുക. ഇതൊരു സൈൻഡ് റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ ഈ തന്നേക്കുന്ന സാധനം സൈൻഡ് റെപ്രസെന്റേഷൻ ആണ്. ഇതിന്റെ ഡെസിമൽ വാല്യൂ കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യണം? സൈൻഡ് റെപ്രസെന്റേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ പിന്നെ ഈ ബിറ്റ് എന്ത് നോക്കേണ്ട കാര്യമില്ല, വാല്യൂ നോക്കാൻ എടുക്കണോ? വേണ്ട. വാല്യൂ നോക്കാൻ നിങ്ങൾ എത്ര ബിറ്റ് എടുത്താൽ മതി? ബാക്കിയുള്ള ബിറ്റ് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ 2:0, 2:1, 2:2, 2:3, 2:4. ഇപ്പൊ 2:4 16 പ്ലസ് 8 പ്ലസ് 4 16 8 24 4 28 1 29. 29 1 ആയതുകൊണ്ട് അതിന് എന്താ വാല്യൂ ഇട്ട് കൊടുക്കണം? നെഗറ്റീവ്. അപ്പൊ -29. ഇപ്പൊ സൈൻഡ് ബിറ്റ് ആണെങ്കിലും എന്തുവായാലും സൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം, സൈനിന് എടുക്കാൻ വേണ്ടി നമ്മൾ ഏത് മാത്രം എടുക്കത്തുള്ളൂ? MSB. ബാക്കി മൊത്തം എന്തിനുവേണ്ടി ഉപയോഗിക്കും? മാഗ്നിറ്റ്യൂഡ് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സീറോ കഴിഞ്ഞ് ബാക്കിയുള്ളതോട്ടല്ലേ കൗണ്ട് ചെയ്യുന്നു? കേട്ടില്ല. A0 അല്ല, ഇപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് പറയുമ്പം ഇപ്പൊ മറ്റേതിലോട്ടും മാറ്റണ്ടേ? ഡെസിമലിലോട്ട് മാറ്റും. ഡെസിമലിലോട്ട് നീ മാറ്റുമ്പം എതാ പറഞ്ഞത്? നിനക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നിനക്ക് പറയുവാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കൺവേർട്ട് ദി സൈൻഡ്, ഒരു എക്സാമ്പിൾ ആണേ, given below to its decimal value 10110101. ഇത്ര ഉണ്ട്. 1 2 3 4 5 6 7 8. അപ്പൊ നീ എന്തോ ചെയ്യും? ഇപ്പം സൈൻ ഇതിനെ നമ്മൾ സൈനായിട്ട് മാറ്റി മാത്രം വെക്കും. അപ്പൊ 1 ആണ്. അതിന്റെ അർത്ഥം എന്തുവാ? ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ്. അത്രയും വരെ മനസ്സിലായേ? മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന ഇത്രയും മാത്രമാ, ഇത്രയുമാ. അപ്പൊ 2:0, 2:1, 2:2, 2:3, 2:4, 2:5, 2:6. ഇതിന് ഞാൻ 2:7 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? ആ ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാ. ശരിയാണോ? അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വാല്യൂ എന്ത് വരും? 2:0 2, 2:2 4, 2:4 16, 2:5 32. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 32 16 48 4 48 4 52 2 54. നെഗറ്റീവ് 54. ശരിയാണോ? ഇനി ഇവിടെ 0 ആയിരുന്നെങ്കിലോ? അവിടെ 0 ആണെങ്കിൽ പോസിറ്റീവ്. അത്രേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ കത്തിയോ? അത്രേ ഉള്ളൂ പണി. ചോദിക്കുവാണെങ്കിൽ പരീക്ഷ ഇങ്ങനെ സിമ്പിളായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല, എങ്കിലും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നീ ചെയ്യേണ്ടത് ഇങ്ങനെ. ഓക്കെ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനിൽ നിന്നുള്ളൊരു ഇതുകൂടെ നമുക്കിപ്പോൾ നോക്കാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. അതായത് നമ്മൾ സൈൻഡ് നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു രീതി, അതിന് നമ്മൾ വിളിക്കുന്ന ഫോർമാറ്റിന് വിളിക്കുന്ന പേര് വൺസ് കോംപ്ലിമെന്റ് ഫോം. അതായത് സൈൻഡ് ആയിട്ടുള്ള ബൈനറി നമ്പറുകൾ അല്ലെങ്കിൽ ബൈനറി നമ്പറുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് വൺസ് കോംപ്ലിമെന്റ് ഫോം. വൺസ് കൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇത് കഴിയുമ്പോൾ ടൂസ് കോംപ്ലിമെന്റ്, ഈ രണ്ട് കോംപ്ലിമെന്റ് ഫോമുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്, വൺസ് കോംപ്ലിമെന്റ് ഫോമും ടൂസ് കോംപ്ലിമെന്റ് ഫോം. ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് കുറെ കൂടെ ഈസി ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനും അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനും നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ബൈനറിയിലുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻ ഉണ്ടല്ലോ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ. ഇതിനെ കുറെ കൂടി ഈസിയർ ആയിട്ട് നമുക്ക് എപ്പോഴും അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഈസി എന്ന് പറയുന്നത് അഡീഷനാണ്. ഏറ്റവും എളുപ്പമുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അതിന് എക്സ്ട്രാ വേറെ പണികളൊന്നും വരാം. അത് ഏറ്റവും എളുപ്പമുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ എത്ര എളുപ്പമുള്ള അഡീഷൻ എന്ന് പറയുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള സബ്ട്രാക്ഷനും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഏത്? വൺസ് കോംപ്ലിമെന്റ് ഫോം. അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ടൂസ് കോംപ്ലിമെന്റ് ഫോം. അതിനാദ്യം വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയണം. എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി എളുപ്പം വേറൊന്നുമില്ല. ഒരു ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒന്നെല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. മനസ്സിലായോ?
ഒരു ബൈനറി നമ്പറിനകത്തെ വൺസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ആകെ അതിനകത്തുള്ള ഒന്നുകളെല്ലാം പൂജ്യമാക്കുക, പൂജ്യങ്ങളെല്ലാം ഒന്നാക്കുക. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദി വൺസ് കോംപ്ലിമെന്റ് ഓഫ് 110101 എന്നാ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോളുക. ഒരെണ്ണത്തിന് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം എന്തോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകളെല്ലാം പൂജ്യമാക്കുക, പൂജ്യങ്ങളെല്ലാം വണ്ണാക്കുക. അപ്പൊ എന്തോ എങ്ങനെ ആൻസർ എങ്ങനെ വരും? ഈ വൺ എന്തുവാകും? 0. ഈ വൺ എന്തുവാകും? 0. ഈ 0 എന്തുവാകും? 1. 1 എന്തുവാകും? 0. 0 1 1 0. ഇത്രേ ഉള്ളൂ. ഒരു ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്തോ ചെയ്താൽ മതി? 1 അല്ല 0 ആക്കുക, 0 അല്ല 1 ആക്കുക. വേറെ ഒന്നും ചെയ്യാണ്ടോ? ഒന്നും ചെയ്യാനില്ല. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ചോദിച്ചേ. വൺസ് കോംപ്ലിമെന്റ് ഓഫ് 0001101011 എന്താ കിട്ടും? 000 എന്താവും? 111 00 01 10 ആയി, 01 10 ആയി, 11 00 ആയി. അയ്യോ എന്തായാലും മാറിയല്ലോ. 10 01 സോറി. ഓക്കെ അല്ലേ? ശരിയാണോ? 11 0 ആയി, 01 10 ആയി, 01 01 അല്ലേ? ഇല്ല, എന്തോ തെറ്റിയല്ലോ. 000 എന്തുവായി? 111 ആയി, 11 എന്തുവായി? 00 ആയി, 01 എന്തുവായി? 10 ആയി, 01 എന്തുവായി? 10 ആയി, 1 എന്തുവായി? 0 ആയി. ശരിയായി അല്ലേ? ശരിയായി. മനസ്സിലായോ? ഇത്ര ഉള്ളു പണി. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക കഴിഞ്ഞാൽ സീറോസ് എല്ലാം വൺസ് ആക്കുക, വൺസ് എല്ലാം സീറോസ് ആക്കുക. ഇതിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് ഏത്? ടൂസ് കോംപ്ലിമെന്റ്. അതും വളരെ എളുപ്പമാണ്. ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1. ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1. അങ്ങനാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഫൈൻഡ് ദി ടൂസ് കോംപ്ലിമെന്റ് ഓഫ് 01001. ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ എന്തോ ചെയ്യുന്ന രീതി? വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1. അപ്പൊ ആദ്യം ഞാൻ എന്താണ് കണ്ടുപിടിക്കണം? ആദ്യം ഞാൻ വൺസ് കോംപ്ലിമെന്റ്. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എത്രയാ? 1 0 1 1 0 ആണല്ലോ. ഇപ്പൊ വൺസ് കോംപ്ലിമെന്റ് കിട്ടി. ഇനി ടൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ പ്ലസ് 1 എന്ത് ചെയ്യണം? പ്ലസ് 1 LSBയിലോട്ട് 1 ആഡ് ചെയ്തു. അപ്പൊ എന്താ വരും? 0 + 1 1 1 1 0 1. അപ്പൊ 1 0 1 1 1 എന്ന് പറയുന്ന സാധനമാണ് ഏതിന്റെ? ഇതിന്റെ എന്ത്? ടൂസ് കോംപ്ലിമെന്റ് ഫോം. മനസ്സിലായോ? അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? വൺസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിച്ചിട്ട് ഒരു ഒന്നുകൂടെ കൂടെ ആഡ് ചെയ്യുക. ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്തേ. ടൂസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കുന്നേ. ഫോർ എക്സാമ്പിൾ 1 0 0 0 1 0. ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം എത്രയാ? 0 1 1 1 0 1. ഇതാണ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ്. ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിലോ പ്ലസ് 1 1 + 1 0 വിത്ത് ക്യാരി 1 1 + 0 1 1 1 1 0. ഇതാണ് ഏതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം? ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ വൺസ് കോംപ്ലിമെന്റ് ഫോമും ടൂസ് കോംപ്ലിമെന്റ് ഫോമും. ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൂസ് കോംപ്ലിമെന്റ് ഫോം അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസിനെ കൂടെ ഒക്കെ കുറച്ചുകൂടെ ഈസിയർ ആക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ടൂസ് കോംപ്ലിമെന്റ് ഫോം ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ബൈനറി
subtraction using twos complement. സബ്ട്രാക്ഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാ? ഓരോന്നും കുറയ്ക്കുന്നു, ഡിഫറൻസ് നോക്കുന്നു, ബോറോ നോക്കുന്നു, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എടുക്കുന്നതല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ പാടുണ്ടോന്ന് വെച്ചാൽ പാടില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ലാർജ് നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ഇപ്പുറത്തുനിന്ന് കടമെടുക്കുന്നു, കടമെടുക്കുമ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ 2 ആവുന്നു, ആ 2 പിന്നെ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഇപ്പുറത്ത് 1 വരുന്നു, അപ്പുറത്ത് വീണ്ടും 2 വരുന്നു. ഇത് ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലേ? അതേസമയം അഡീഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അഡീഷൻ സബ്ട്രാക്ഷനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അഡീഷൻ ഭയങ്കര ഈസി അല്ലേ? ശരിയാണോ? ആഡ് ചെയ്യുന്നു, ഒന്നിൽ 1 ഉം 1 ഉം വരുവാണെങ്കിൽ ക്യാരി 0 വിത്ത് ക്യാരി 1, 1 വരുവാണെങ്കിൽ സമ്മും 1 ക്യാരിയും 1, ഇത് പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്ത് പോകാം. ഇത് നമുക്ക് അഡീഷൻ കുറെ കൂടി എളുപ്പമാണ്. സബ്ട്രാക്ഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, കുറച്ചുകൂടെ കോംപ്ലക്സാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കുറെ കൂടി എളുപ്പമാക്കാൻ പറ്റും യൂസിങ് ടൂസ് കോംപ്ലിമെന്റ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് 2 നമ്പറുകളുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല, വൈറ്റ് കളർ മാത്രം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വൈറ്റ് കളർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ കാണിക്കുന്നു. ഓക്കെ, അതെനിക്ക് അതിനകത്ത് കോൺട്രാസ്റ്റ് അവര് ക്യാമറ ഫോക്കസ് ചെയ്ത് മാറിപ്പോയി. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ശരി, ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കേട്ടായിരുന്നല്ലോ, നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൂസ് കോംപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു അഡീഷൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയതുകൊണ്ട് എളുപ്പമായിട്ട്, അതായത് സബ്ട്രാക്ഷനും യൂസിങ് അഡീഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 ബൈനറി നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചു, എയും ബിയും. 2 ബൈനറി നമ്പറുകളുണ്ട്, എയും ബിയും. നിങ്ങൾക്ക് ചെയ്യേണ്ടത് എ മൈനസ് ബി ആണ് എന്ന് വിചാരിക്കുക. 2 ബൈനറി നമ്പറുകളുണ്ട്, എയും ബിയും. നിങ്ങൾക്ക് ചെയ്യേണ്ടത് എ മൈനസ് ബി ആണെന്ന് വിചാരിക്കുക. കുഴപ്പമില്ലല്ലോ. ഈ എ മൈനസ് ബി ചെയ്യുന്നത് ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണ് ചെയ്യുന്നതെങ്കിൽ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ബി. അതായത് എ മൈനസ് ബി എന്തിന് ഇക്വലന്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്? എ പ്ലസ് 2 കോംപ്ലിമെന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എനിക്ക് സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പകരം ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് എയിലോട് എന്ത് ചെയ്താലും മതി? ആഡ് ചെയ്താലും മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സബ്ട്രാക്ഷനെ ഒരു പരിധി നമ്മൾ എന്തുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്? അഡീഷനായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പകരം എന്താണോ നമ്മൾ കുറയ്ക്കുന്നത്, ആ കുറയ്ക്കുന്ന സാധനത്തിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് മറ്റേ നമ്പറിലോട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? കത്തിയോ? മനസ്സിലായി. ഇനി ഇതിനകത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ അത് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, അത് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞുതരാം. സബ്ട്രാക്ട് ഒരു എക്സാമ്പിൾ ഇതാ 101011 ഫ്രം 111001. Subtract this 101011 from 111001. ഇതാണ് കുറയ്ക്കുന്നത് വിചാരിച്ചു. അതായത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പൊ നമ്മുടെ ഈ കേസിലേക്കാണ് ഇത് എ, ഇത് ബി. എയിൽ നിന്ന് ബി കുറയ്ക്കണമെങ്കിൽ അത് എന്തിന് ഇക്വലന്റ് ആണെന്നാ പറഞ്ഞേ? എയുടെ കൂടെ ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് ആഡ് ചെയ്യുന്നതിന്റെ ഇക്വലന്റ് ആണെന്നാ പറഞ്ഞേക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണോ? വേണ്ടേ? എന്നാലല്ലേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബിയുടെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ എന്താ കണ്ടുപിടിക്കണം? ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. ആ ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് എനിക്ക് എന്തിനൂടെ ആഡ് ചെയ്യാം? എയുടെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബിയുടെ ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാ? ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ബി എത്ര കിട്ടും? വൺസ് കോംപ്ലിമെന്റ് എത്രയാ? 101011. അപ്പോ 0101000. ഇതാണ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1. ഇപ്പൊ എന്താ കിട്ടും എനിക്ക്? 101010. ഇതാണ് എനിക്ക് കിട്ടുന്നത് എന്റെ എന്ത് ടൂസ് കോംപ്ലിമെന്റ്.
ഇനി ഈ 2's കോംപ്ലിമെന്റിനെ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? എയുടെ കൂടെ ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1 1 1 0 0 1 പ്ലസ് 0 1 0 1 0 1 ആഡ് ചെയ്യുന്നു. ഇനി എന്താ കിട്ടും? 1 പ്ലസ് 1 0 വിത്ത് ക്യാരി 1. 1 പ്ലസ് 0 പ്ലസ് 0 1. 0 പ്ലസ് 1 1. 1 പ്ലസ് 0 1. 1 പ്ലസ് 1 0 വിത്ത് ക്യാരി 1. 1 പ്ലസ് 1 0 വിത്ത് ക്യാരി 1. വന്നോ? വന്നല്ലോ. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ആ, ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് ക്യാരി വരുവാണെങ്കിൽ, ആ ക്യാരിയെ ഡിസ്കാർഡ് ചെയ്യുക, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ 2's കോംപ്ലിമെന്റ് എടുത്ത് ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ക്യാരി കിട്ടുവാണെങ്കിൽ, എക്സ്ട്രാ വെളിയിലോട്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഒരു ക്യാരി വരുവാണെങ്കിൽ എന്തോ ചെയ്യണം? ആ ക്യാരിയെ ഡിസ്കാർഡ് ചെയ്യണം, അഥവാ കളയണം. അപ്പൊ നിങ്ങളുടെ ആൻസർ എത്രയേ ഉള്ളൂ? 0 0 1 1 1 0 0. മനസ്സിലായോ? 0 0 1 1 1 0 0. ഇത് ശരിയാണോ നമുക്ക് നോക്കിയാലോ? 1 1 1 0 0 1 അതിന്റെ ബൈനറി എത്രയാ? സോറി, ഡെസിമൽ എത്രയാ? 2⁻0 2⁻1 2⁻2 3 4 5. അപ്പൊ 32 16 8 1 എത്ര കിട്ടും? 32 16 48 8 56 57. കുറയ്ക്കേണ്ടത് എത്രയാ? 1 0 1 0 1 1 എത്രയാ? 0 1 2 3 4 5. 32 16 8 4 2 1 എത്ര കിട്ടും? 40 43. 57 മൈനസ് 43 എത്ര? 57 മൈനസ് 43 എത്ര പിള്ളേരെ? 57 43 പോയാ 14 ആണോ? ഹലോ, ആ, നമ്മളിപ്പോ ചെയ്തപ്പോ കിട്ടിയ ആൻസർ എത്രയാ? 0 0 1 1 1 0 എത്രയാ? ചെയ്ത് നോക്കാതെ പറയണം ഇത്, കാരണം നമ്മൾ 1 1 1 0 എന്തോന്ന് പഠിച്ചിട്ടുണ്ട്. ലെഫ്റ്റിലോട്ടുള്ള നോക്കണ്ട. 1 1 1 0 എന്തുവാ? ഏതിനാ റെസ്പോണ്ടിങ് ആയിട്ടുള്ള? 14 എന്ന് പറഞ്ഞാൽ 57 43 കുറച്ചപ്പോ നമുക്ക് എന്താ കിട്ടി? 14 തന്നെ കിട്ടിയോ? മനസ്സിലായോ? അപ്പം ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ കുറയ്ക്കണമെങ്കിൽ എന്തോ ചെയ്താൽ മതി? ഏതാണോ കുറയ്ക്കുന്നത് ആ കുറയ്ക്കുന്നതിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് മറ്റേ നമ്പറുമായിട്ട് എന്തോ ചെയ്താൽ മതി? ആഡ് ചെയ്താലും മതി. മനസ്സിലായോ? അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുവാണെങ്കിലാ? ക്യാരി കിട്ടുവാണെങ്കിൽ ആ ക്യാരി എന്ത് ചെയ്തേക്കുക? ഡിസ്കാർഡ് ചെയ്തേക്കുക, കളഞ്ഞേക്കുക. മനസ്സിലായോ? കത്തിയോ? മനസ്സിലായി. ഇനി ഫോർ എക്സാമ്പിൾ വേറൊരു നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ, കുറച്ചുകൂടെ വേറെ രീതി വരുന്ന രീതിയിൽ, അതായത് ഏത് ക്വസ്റ്റ്യൻ വേണം നിങ്ങൾക്ക്? വേറെ രീതി വരുന്ന അത് ചെയ്യാം. 1 1 1 0 0 1 subtract this from 1 0 1 0 1 1. നേരത്തെ എഴുതി തന്നെ ആയിരുന്നു. നമുക്ക് എഴുതിയ 1 0 1 0 1 1 നാത്തൊന്ന് മറ്റേത് കുറയ്ക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ എ എന്ന് പറയുന്നത് ഇത്, ബി എന്ന് പറയുന്നത് ഇത്. നമുക്കിത് കുറയ്ക്കണം. ഇത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ബി. ഇതിന്റെ 1's കോംപ്ലിമെന്റ് എത്രയാ? 0 0 0 1 1 0. അതിന്റെ 2's കോംപ്ലിമെന്റ് എത്രയാ? 1 1 1 0 0 0 ആണല്ലോ. ഇനി ഇതിനെ ഏതിന്റെ കൂടെ ആഡ് ചെയ്യണം? എയുടെ കൂടെ ആഡ് ചെയ്യണം. 1 0 1 0 1 1 പ്ലസ് 0 0 0 1 1 1 ആഡ് ചെയ്യണം. എത്ര കിട്ടും? 1 പ്ലസ് 1 എത്രയാ? 0 വിത്ത് ക്യാരി 1. 1 പ്ലസ് 1 പ്ലസ് 1
1 പ്ലസ് 1 പ്ലസ് 1 എത്രയാ? എല്ലാം പറഞ്ഞേ. 1 പ്ലസ് 1 പ്ലസ് 1 എത്രയാ? സം 1 സം 1 ക്യാരി 1. വീണ്ടും 1 പ്ലസ് 1 സം 0 ക്യാരി 1. 1 പ്ലസ് 1 സം 0 ക്യാരി 1. സം 0 ക്യാരി 1. അത് കഴിഞ്ഞിട്ട് 1 പ്ലസ് 0 1. 1 പ്ലസ് 0 1. ഇവിടെ നിങ്ങൾക്ക് ക്യാരി വല്ലോ എക്സ്റ്റേണലി വെളിയിലോട്ട് വന്നോ? ഇവിടെ വെളിയിലോട്ട് ക്യാരി വല്ലതും വന്നോ? വെളിയിലോട്ട് ക്യാരി ഒന്നും വന്നില്ല. വെളിയിലോട്ട് ക്യാരി വന്നിരുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? അതിനങ്ങ് ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള വാല്യൂ എഴുതുക. അത്രയല്ലേ ഉള്ളായിരുന്നു. ഇനി വെളിയിലേക്ക് ക്യാരി വന്നില്ലെങ്കിൽ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? വെളിയിലേക്ക് ക്യാരി വന്നാൽ ആ ക്യാരി എന്ത് ചെയ്യുക? ഡിസ്കാർഡ് ചെയ്യുക, ബാക്കി വാല്യൂ എടുക്കുക. ഇനി വെളിയിലേക്ക് ക്യാരി വന്നില്ലെങ്കിൽ ഈ കിട്ടിയത് നിങ്ങളുടെ ഫൈനൽ ആൻസർ അല്ല, പകരം ഈ കിട്ടിയ ആൻസറിന്റെ 2's കോംപ്ലിമെന്റ് ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏതിനെയാണോ കുറയ്ക്കേണ്ടത് ആ കുറയ്ക്കേണ്ടതിന്റെ 2's കോംപ്ലിമെന്റ് എടുത്ത് ആദ്യത്തെ നമ്പറിനോട് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ക്യാരി ഔട്ടിൽ വെളിയിലേക്ക് ക്യാരി വരാം, അല്ലെങ്കിൽ ക്യാരി വരാതിരിക്കാം. വെളിയിലേക്ക് ക്യാരി വരുവാണെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ആ ക്യാരി അങ്ങ് കളയുക, ബാക്കി വാല്യൂ എഴുതുക. മനസ്സിലായോ? ഇനി വെളിയിലേക്ക് ക്യാരി വന്നില്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ അല്ല, പകരം ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? ഇപ്പൊ കിട്ടിയതിന്റെ ഒന്നും കൂടെ എന്തോ ചെയ്യണം? 2's കോംപ്ലിമെന്റ് എടുക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 2's കോംപ്ലിമെന്റ് എത്രയാ? 1's കോംപ്ലിമെന്റ് എത്രയാ? 0 0 1 1 0 1 പ്ലസ് 2's കോംപ്ലിമെന്റ് കാണണമെങ്കിൽ 1 പ്ലസ് 1 0 വിത്ത് ക്യാരി 1 1 1 1 0 0. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ഉണ്ട്. എന്തോ ഞാനിപ്പോ പറഞ്ഞേ, നിങ്ങൾക്ക് 2's കോംപ്ലിമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തുവാണ്? ഏതിനെ നമുക്ക് ഒരു വാല്യൂവിൽ നിന്ന് വേറൊരു വാല്യൂ കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏത് വാല്യൂവിനാണോ നിങ്ങൾ കുറയ്ക്കുന്നത് ആ വാല്യൂവിന്റെ 2's കോംപ്ലിമെന്റ് എടുത്തിട്ട് ആദ്യത്തെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്താൽ മതി, കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ 2's കോംപ്ലിമെന്റ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വെളിയിലേക്ക് ക്യാരി വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിയിലേക്ക് ക്യാരി വരാതിരിക്കാം. വെളിയിലേക്ക് ക്യാരി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ആ ക്യാരി അങ്ങ് ഡിസ്കാർഡ് ചെയ്തേക്കുക, ബാക്കി വാല്യൂ എഴുതുക. അത്രേ ഉള്ളൂ നിങ്ങളുടെ പരിപാടി. ഇനി അഥവാ വെളിയിലേക്ക് ക്യാരി വന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ ആൻസർ, ആഡ് ചെയ്തപ്പോ കിട്ടിയ ആൻസർ നിങ്ങളുടെ ഫൈനൽ ആൻസർ അല്ല. ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ എന്ത് ചെയ്യണം? ഒന്നും കൂടെ 2's കോംപ്ലിമെന്റ് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അല്ലെങ്കിൽ സബ്ട്രാക്ട് ദിസ് വാല്യൂ ഫ്രം ദിസ് വാല്യൂ ഇൻ 2's കോംപ്ലിമെന്റ് ഫോം എന്നും പറഞ്ഞ് ചോദിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിച്ചേക്കുക. കേട്ടല്ലോ? മനസ്സിലായോ? ആർക്കെങ്കിലും ഈ പറഞ്ഞത് ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഈ പറഞ്ഞത്? അല്ല, അതാ നിങ്ങളോട് പ്രത്യേകം ഞാൻ പറയുന്നേ. അപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണ്? നിങ്ങൾക്ക് ചെയ്യേണ്ടത് a മൈനസ് ബി ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ? a മൈനസ് ബി ഇസ് ഈക്വൽ ടു a പ്ലസ് 2's കോംപ്ലിമെന്റ് ഓഫ് ബി. ഇതല്ലേ നമ്മൾ ചെയ്തേ? ആണോ? a മൈനസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ഏതാണ്? a പ്ലസ് 2's കോംപ്ലിമെന്റ് ഓഫ് ബി. അങ്ങനെ നിങ്ങൾ a പ്ലസ് 2 കോംപ്ലിമെന്റ് ഓഫ് ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ വെളിയിലേക്ക് ക്യാരി വരാം, അല്ലെങ്കിൽ ക്യാരി വരാതിരിക്കാം. ഈ 2 ഓപ്ഷനല്ലേ ഉള്ളൂ. ഒന്നുകിൽ ക്യാരി വെളിയിലേക്ക് വരും, അല്ലെങ്കിൽ ക്യാരി വെളിയിലേക്ക് വരത്തില്ല. ഈ 2 ഓപ്ഷനല്ലേ ഉള്ളൂ. ശരിയാണോ? അങ്ങനെ വെളിയിലേക്ക് ക്യാരി വരുന്ന ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട, ആ ക്യാരി കളഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, ആ ക്യാരി ഉപയോഗിക്കണ്ട. മനസ്സിലായി? വെളിയിലേക്ക് ക്യാരി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ക്യാരി കളയുക, അത്രേ ഉള്ളൂ. അതേസമയം നിങ്ങൾക്ക് വെളിയിലേക്ക് ക്യാരി വരുന്നില്ല എങ്കിൽ ഇപ്പൊ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ എന്തല്ല? ഫൈനൽ ആൻസർ അല്ല. ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ ആൻസറിനെ ഒന്നും കൂടെ 2's കോംപ്ലിമെന്റ് എടുക്കണം. മനസ്സിലായോ? ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ ഒന്നും കൂടെ 2's കോംപ്ലിമെന്റ് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സബ്ട്രാക്ട് 1101 from 0111. Okay, subtract this
ഫ്രം ദിസ്. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. അപ്പൊ ആദ്യം നമ്മൾ ബിയുടെ എന്താണ് കണ്ടുപിടിക്കണം? ടൂസ് കോംപ്ലിമെന്റ്. ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. എത്ര വൺസ് കോംപ്ലിമെന്റ്? 0 0 1 0. അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ +1. എത്ര കിട്ടും? 0 0 1 1. ശരിയാണോ? ഇനി ഇതിനെ ഞാൻ എന്തുമായിട്ട് ആഡ് ചെയ്യണം? എയുമായിട്ട് ആഡ് ചെയ്യണം. എങ്ങനാ? 0 1 1 1 പ്ലസ് 0 0 1 1. ആഡ് ചെയ്തേ. 1 + 1 0 വിത്ത് ക്യാരി 1. 1 + 1 + 1 സം 1 ക്യാരി 1. 1 + 1 1 + 1 0 വിത്ത് ക്യാരി 1. ഈ 1 + 0 + 0 1. ഇവിടെ ക്യാരി വെളിയിലോട്ട് ക്യാരി വല്ലതും വന്നോ? ഇല്ല. വെളിയിലോട്ട് ക്യാരി വന്നില്ലെങ്കിൽ ഈ കിട്ടിയത് നിങ്ങളുടെ എന്തല്ല? ഈ കിട്ടിയത് നിങ്ങളുടെ എന്തല്ല? നോട്ട് ഫൈനൽ ആൻസർ. ഇതിന്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അപ്പോ 1 0 1 0യുടെ വൺസ് കോംപ്ലിമെന്റ് എന്തുവാ? വൺസ് കോംപ്ലിമെന്റ് 0 1 0 1. ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിലോ +1. എത്ര കിട്ടും? 1 + 1 0 വിത്ത് ക്യാരി 1 1 1 0. അപ്പൊ ഇതാണ് നിങ്ങളുടെ എന്ത്? ഫൈനൽ ആൻസർ. മനസ്സിലായോ? ക്യാരി വെളിയിലേക്ക് ഇല്ലെങ്കിൽ കിട്ടിയ റിസൾട്ടിന്റെ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ടൂസ് കോംപ്ലിമെന്റ് ഫോം എടുത്തെങ്കിൽ മാത്രമേ കിട്ടൂ. മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട് ഉണ്ടോ ആ കാര്യത്തില്? ഇനി വേറെ ഇത് തന്നെ നമുക്ക് തിരിച്ചു നോക്കാം. അല്ല, വേറൊരു എക്സാമ്പിൾ നോക്കാം. ക്യാരി വരുന്ന കേസ് നോക്കാം. സബ്ട്രാക്ട് 0 1 ഏതാ? കേട്ടില്ല. ക്യാരി വരുവാണെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്താ പോരെ? ക്യാരി വരുവാണെങ്കിൽ ഡിസ്കാർഡ് ചെയ്താൽ മതി. ക്യാരി വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞു ക്യാരി വരുവാണെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. ക്യാരി ഇല്ലെങ്കിൽ എന്നുള്ള കാര്യം പറയുന്നത്. ക്യാരി ഇല്ലെങ്കിൽ നമ്മളിപ്പോ കിട്ടിയ ആൻസർ ഫൈനൽ അല്ല. പകരം എന്ത് ചെയ്യണം? അതിന്റെ ഒന്നുകൂടെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം. ക്യാരി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, വെറുതെ ക്യാരി ഞാൻ കളഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. ഇപ്പൊ സബ്ട്രാക്ട് ദിസ് ഫ്രം 1 1 1 1. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ആദ്യം ഇതിന്റെ എന്താണ് പിടിക്കണം? ടൂസ് കോംപ്ലിമെന്റ്. അപ്പം 0 1 1 0യുടെ വൺസ് കോംപ്ലിമെന്റ് എന്തുവാ? 1 0 0 1. ടൂസ് കോംപ്ലിമെന്റ് എന്തുവാ? +1 1 + 1 0 വിത്ത് ക്യാരി 1 1 0 1. ഇതാണ് നമ്മുടെ ടൂസ് കോംപ്ലിമെന്റ് ഫോം. ഇതിനെ ഞാൻ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. എനിക്ക് എന്താ കിട്ടും? 1 1 1 1 പ്ലസ് 1 0 1 0 1 + 1 1 0 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 + 1 എന്താ കിട്ടി എനിക്ക്? സമ്മും 1 ക്യാരിയും 1. ഇവിടെ എന്താ വന്നു? എനിക്ക് എക്സ്ട്രാ ക്യാരി വന്നോ? അങ്ങനെ ക്യാരി വരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്കാർഡ് ചെയ്യണം. അതായത് വേറൊന്നും ഇത് ഞാൻ ഉപയോഗിക്കേണ്ടത്, ഞാൻ കളഞ്ഞേക്കുക. അതിനെ അങ്ങ് കളഞ്ഞേക്കുക. അപ്പൊ എനിക്ക് കിട്ടുന്ന ഇത്രയും മാത്രം മതി എനിക്ക് എന്തിനു വേണ്ടിയിട്ട്? എന്റെ റിസൾട്ട്. മനസ്സിലായോ പിള്ളേരെ? സോറി, 1 + 0 എങ്ങനെ 0 1 + 0 1. മനസ്സിലായോ? ഇതാണ് എന്റെ ഫൈനൽ ആൻസർ. മനസ്സിലായോ? ക്യാരി വരുവാണെങ്കിൽ ക്യാരിയെ കളഞ്ഞേക്കുക, ബാക്കി അതുപോലെ എഴുതിയേക്കുക, ഒരു കുഴപ്പമില്ല. ക്യാരി വന്നില്ലെങ്കിൽ ആ കിട്ടിയ സാധനത്തിന്റെ റിസൾട്ട് കിട്ടണം എനിക്ക് എന്തോ ചെയ്യണം? ഒന്നും കൂടെ ടൂസ് കോംപ്ലിമെന്റ് ഫോം എടുക്കണം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് സമയം കഴിഞ്ഞ് ഇത്രയും കൊണ്ട് നിർത്താം. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചേ? നമ്മൾ ബൈനറി ഡിവിഷൻ ഒന്നുകൂടെ നോക്കി. അതിനുശേഷം നമ്മുടെ നമ്പർ റെപ്രസെന്റേഷൻ, സൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ, നമ്മൾ പോസിറ്റീവ് നെഗറ്റീവായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കി. MSB ബിറ്റാണ് സൈൻ ബിറ്റ് എന്നും ബാക്കി ബിറ്റുകളെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ബിറ്റുകളായിട്ട് പറഞ്ഞേക്കുന്നത് മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കി? വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനും അതുപോലെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനും. ആ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നമ്മൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു. ആണോ? ഇത്രയും മനസ്സിലായോ? ആർക്കെങ്കിലും ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയുക, നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്? ഇല്ല. ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നിർത്താം തൽക്കാലത്തേക്ക്. ഓക്കെ, നിങ്ങൾ എന്താ